ഗായ്സ്, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. ഞങ്ങൾ അങ്ങനെ നല്ലൊരു യാത്ര കഴിഞ്ഞ് ഗങ്ജൗവിൽ എത്തിയിരിക്കുവാണ്. ഞങ്ങൾ ഒരു റഫ് ഔട്ട്ലൈൻ തരുവാണെങ്കിൽ ഞങ്ങൾ ഈവു പോയി ഞങ്ങളുടെ ക്ലോതിങ് ബിസിനസ്സും ജ്വല്ലറി ബിസിനസ്സും ഒക്കെ അവിടെ നിന്ന് എക്സ്പാൻഡ് ചെയ്യാൻ നോക്കി. പക്ഷേ ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് പറ്റിയില്ല, ഒരു ഏജൻറ് ഇല്ലാതെ പറ്റുന്നില്ല. പക്ഷേ ഞങ്ങളിപ്പോൾ ഗങ്ജാവ് വന്നു. ആൻഡ് ഗങ്ജാവിൽ നമുക്ക് നമ്മുടെ ഒരു ക്ലോതിങ് അറ്റ്ലീസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്നൊന്നും പോയി നോക്കണം. സോ ഇവിടെ ആക്ച്വലി ഓരോ സ്ഥലങ്ങളുണ്ട്. കൊറിയയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നത്, അത് ആഫ്രിക്ക, മിഡിൽ ഈസ്റ്റ്, അങ്ങനെ ഓരോ ടൈപ്പ് ഓഫ് കളക്ഷൻസ്. എനിക്കൊന്നു ബാക്കിയുള്ള എസ്പെഷ്യലി നമ്മുടെ അവിടെയൊക്കെ ഏകദേശം ഒരു 6 മാസം 7 മാസം കഴിഞ്ഞ് വരുന്ന കളക്ഷൻസ് ഇപ്പോൾ ഓൾറെഡി ലോഞ്ച് ആവും. ഡിസൈനർ ഷോപ്സ് വേറെ ലെവലാണ് ഇവിടുത്തെ ക്ലോതിങ് മാർക്കറ്റ്. സോ പല കാറ്റഗറീസും ഉണ്ട്. നമുക്ക് ആക്ച്വലി നമ്മൾ തായ്ലൻഡ് ഫോക്കസ് ചെയ്യുന്ന മാർക്കറ്റിലേക്കാണ് ഒന്ന് തപ്പിപ്പിടിച്ച് പോകുന്നത്. ഹോപ്പ്ഫുള്ളി നമുക്ക് വേണ്ട ഡ്രസ്സുകളും കിട്ടും, നിങ്ങളെയും കാണിക്കാൻ പറ്റും. ആൻഡ് ഹോപ്പ്ഫുള്ളി വിൽ ബി ഏബിൾ ടു ബ്രിങ് all these amazing collections back to India. ഇവിടുത്തെ മാർക്കറ്റിൻ്റെ ഫസ്റ്റ് വ്യൂ തന്നെ കണ്ടിട്ട് ഇവിടുത്തെ സ്കെയിൽ തന്നെ കണ്ട ചെയ്യുന്നത് സഞ്ചി കണക്കിനാണ് ഇവിടുന്ന് കൊണ്ടുപോകുന്നത്. എവിടുന്ന് തുടങ്ങും, എന്ത് ചെയ്യും? ഒരു ഫുൾ ബാങ്കോക്കിന്റെ എത്രയുണ്ട് ഇവരുടെ ഒരു ചെറിയ ഷോപ്പിംഗ് ഏരിയ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് തൽക്കാലത്തേക്ക് നമുക്ക് പറ്റിയ പാറ്റേൺസും ഡിസൈൻസും ഉണ്ടെങ്കിൽ നമുക്കത് നോക്കാം. വാങ്ങോ വേണ്ടതെന്നൊക്കെ ഉള്ള പിന്നെ ആലോചിക്കാം. ഭയങ്കര ഇവിടെ ഉന്തും തള്ളും, താഴെ ഉന്തിയിടും, വണ്ടി മേത്തൂടെ ഒക്കെ കയറിപ്പോവും ചിലപ്പോൾ, എന്നിട്ട് ഞൊണ്ടി പോയി ഷോപ്പ് ചെയ്യും. അങ്ങനെയാണ് ഇവിടുത്തെ ലൈഫ്. എനിക്ക് നമുക്ക് എവ്രി വൺ ഈസ് ഓൺലി ഫോക്കസ്ഡ് ഓൺ വർക്ക്. ഫുഡ് വേണ്ട, വേറെ ഒന്നും വേണ്ട. ദേ പോന്നു നോക്ക് പാക്കറ്റ്സ്. ഒരു കാര്യം, നമുക്ക് ഇവിടുന്ന് കയറാം, എന്നിട്ട് ബാക്കി നോക്കാം. എന്താ ഡാഡി? അല്ല, ഇവിടെ എല്ലാം ഉണ്ടോ ആർക്കറിയാം. നോക്കിയത് എവിടെയാ? അത് കുറച്ചപ്പുറം, പക്ഷെ ഈ വഴി പോയി നോക്കാം, അല്ലെങ്കിൽ ഒന്നും എത്തില്ല, എവിടെ എത്തില്ല. ഇതൊക്കെ ഏകദേശം നമ്മുടെ ബാങ്കോക്ക് കാണുന്ന പോലത്തെ സംഭവങ്ങൾ, കുറച്ചും കൂടെ ക്വാളിറ്റി വൈസ് ബെറ്റർ അല്ലേ? അതെനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ ഒക്കെ ഇനി ഇവരുടെ സപ്ലയേഴ്സ് തപ്പണമെന്ന്. ഇവിടെ ഇപ്പം എന്താണെന്നറിയോ, ഓരോ സീസണിലും പുതിയ പുതിയ കളക്ഷൻസാണ്, അങ്ങനെയാണ് ലോഞ്ച് ആവുന്നത്. ഇത് 3 ദിവസം കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ സമ്മർ കളക്ഷൻസ് കഴിയും. അങ്ങനെയൊക്കെ കുറേ പ്രശ്നമുണ്ട്. നമുക്ക് ബാങ്കോക്ക് പോലെ ത്രൂ ഔട്ട് ദി ഇയർ പോയി ഷോപ്പ് ചെയ്യാനൊന്നും പറ്റില്ല. ഇവിടെ ഉണ്ടല്ലോ ഓരോ മാർക്കറ്റും ഓരോ സാധനങ്ങൾക്ക് സ്പെഷ്യാലിറ്റിയാണ്. ഇത് ഈ ഒരു ചെറിയ മാർക്കറ്റ് തന്നെ നിറ്റ് വെയറിൻ്റെ സ്പെഷ്യാലിറ്റിയാണ്. സോ നല്ല നിറ്റ് മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടുള്ള ടോപ്സാണ് ഇത് മൊത്തം. സോ യു ഹാവ് ഇറ്റ്സ് ജസ്റ്റ് ക്രേസി ഗൈസ്. നമ്മൾ ബാങ്കോക്കിൽ ജസ്റ്റ് ഒരു ഏരിയ കാണുന്നത് ഇവിടെ ഒരു സെയിം സംഭവത്തിൻ്റെ ഒരു മോൾ അല്ലെങ്കിൽ ഒരു ഫുൾ കോംപ്ലക്സ് അത് മാത്രമാണ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ കുറച്ച് ഒരു തായ്ലൻഡിലോ അല്ലെങ്കിൽ ബാങ്കോക്കിൽ പോകുമ്പോൾ ഒരു ഏരിയ കുറച്ച് ഒരു 50-100 ഷോപ്സ് ടീഷർട്ടിന് കാണും, വിച്ച് ഇസ് ഹ്യൂജ് തിങ് ഫോർ us. ഇവിടെ അത് തന്നെ ഒരു കോംപ്ലക്സ്. സോ മേ ബി അറൌണ്ട് 1000 or 2000 ഷോപ്സ് വിൽ ബി ജസ്റ്റ് ഫോർ ടീഷർട്ട്സ്. അത് ഒരു മാർക്കറ്റിൽ, അങ്ങനെ പല മാർക്കറ്റ് കാണും. ഈ ലേസ് വെയർസിൻ്റെ മാത്രം കളക്ഷൻസ് നോക്ക്. ഒരു ഷോപ്പിൽ, ഒരു ചെറിയ ഷോപ്പാണ്, ഒരു വരാണ്ടയിലാണ് അവർ. ഇത് ഡിസ്പ്ലേ മാത്രമേ ഉള്ളൂ. ഇത് ഇനി വേണമെങ്കിൽ എനിക്ക് നമ്മൾ ഓർഡർ കൊടുത്ത് ചെയ്യിപ്പിക്കേണ്ടിയൊക്കെ വരുമായിരിക്കും. ഡാഡി, ഇവിടെ ഇല്ലേ ഒരു വരാണ്ടയിൽ ജസ്റ്റ് എടുത്തിട്ട് ഡിസ്പ്ലേ മാത്രമേ ഉള്ളൂ. ഇവിടെ സ്റ്റോക്കൊക്കെ വേറെ സ്ഥലത്താന്ന്. അവിടെ നിന്ന് വരണം, അല്ലെങ്കിൽ ഓർഡർ ചെയ്യണം, ഫാക്ടറിയിൽ നിന്ന് വരണം, അങ്ങനെയൊക്കെയാ. ഒരു വരാണ്ടേ വെച്ചാണ് അവർ ഇത്രയും ബിസിനസ് ചെയ്യുന്നത്. ഇല്ല, ഇവിടുന്ന് വാങ്ങാൻ പറ്റില്ല, ഡിസ്പ്ലേ മാത്രമേ ഉള്ളൂ. ഡാഡി ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടേല് ബാങ്കോക്ക് ഇവിടെ വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റുന്നുണ്ടോ? സൈസ് അല്ലേ? ഓ പ്രിയഡയിലിരിക്കുന്ന റെഡിനൊക്കെ എന്തൊരു ഭംഗിയാന്ന് നോക്ക്, അടിപൊളി. ഇതിൻ്റെ ഒക്കെ ഫോട്ടോ എടുത്താട്ടാ നമുക്ക് തായ്ലൻഡിൽ നിന്നോ എവിടെന്നെങ്കിലും കൊണ്ടുപോകാൻ പറ്റുമോ നോക്കണം. ഡാഡിക്ക് ഈ കാഴ്ച കണ്ടിട്ട് അതിശയം, എല്ലാവരുടെ കയ്യിൽ 2 ഫോൺ കുത്തിക്കൊണ്ടിരിക്കുന്നു. ഡാഡി, ഇവരെ ബിസിനസ് ചെയ്യുക ആ ടൈമിൽ ഇവിടെ നിന്നുകൊണ്ടും ചെയ്യും, ഓൺലൈനും ചെയ്യും, സ്ട്രീമിങ്ങും ചെയ്യും, പല കാര്യങ്ങളും ഇവർ ചെയ്യും. അതാണ് ഇവരൊക്കെ ഇത്രയും, ഓരോരുത്തരുടെ കയ്യിൽ ഇത്രയും പൈസ. ശരിക്കും സാറയെ കൊണ്ടിട്ട സാറ. വേറൊരു കാര്യം അറിയോ, ഈ സാറയുടെയും H&M എല്ലാ ബ്രാൻഡ്സിൻ്റെയും ഒറിജിനൽ സപ്ലയേഴ്സ് ചൈനയിൽ നിന്നാണ്. നമുക്കിപ്പോൾ അവരുടെ നിന്നും വാങ്ങാമെന്ന്. പണ്ടത് എല്ലാവരും അല്ലായിരുന്നു. ഇപ്പോൾ ചൈന US ഈ ഒരു പ്രശ്നത്തിനിടയിൽ ചൈന ഗവൺമെൻറ് പറഞ്ഞു നിങ്ങൾ നേരിട്ട് ആർക്ക് വേണമെങ്കിലും സപ്ലൈ ചെയ്തോളെ. ആ ക്വാളിറ്റി സാധനങ്ങളാണ് ചൈനയിൽ. ഇതൊരു രക്ഷയില്ല കേട്ടാ. ഇത് നോക്ക്, നമ്മൾ തായ്ലൻഡിലൊക്കെ അന്വേഷിച്ച് നടന്നതിൻ്റെയും കാട്ടി ബെറ്റർ ക്വാളിറ്റി സാധനങ്ങളാണ്. ഇത് ഞങ്ങൾ പറ്റുമെങ്കിൽ സാമ്പിളെങ്കിലും നാട്ടിലേക്ക് ഒന്ന് കൊണ്ടുവരിക. ഒന്ന് ഷോപ്പിലേക്ക് വന്ന് ഇതൊന്ന് നിങ്ങൾ പിടിച്ചു നോക്ക്. ഡ്രസ്സ് നമ്മുടെ ബാങ്കോക്ക് ഫാഷൻ്റെ കസ്റ്റമേഴ്സിന് അറിയായിരിക്കും ക്വാളിറ്റി. ദിസ് വിൽ ബീറ്റ് ദാറ്റ്.
അടിപൊളി. ഇവിടുന്ന് ഓർഡർ എടുത്ത് പോകുന്നതിന്റെ ഒരു സ്കെയിൽ ഒന്ന് നോക്കിക്കോ. എന്ത് പറയാനാ നോക്കിക്കേ. ഇത് ക്രെയിനിലൊക്കെയാണ് സാധനങ്ങൾ ലോഡ് ചെയ്യുന്നത്. നമുക്ക് ശരിക്കും മറ്റേ ഇപ്പൊ നാട്ടിലത്തെ ലഹരി എന്താ രാഷ ലഹരിയോ അങ്ങനെ സംഭവം എന്തോ ഇല്ലേ, അതൊന്നും വേണ്ട നമുക്കിവിടെ കിളി പോകാനായിട്ട്. ഇവിടെ വന്ന് ഇത് കണ്ടാൽ മതി. ഇങ്ങനത്തെ കാര്യത്തിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇവിടെ അത് കണ്ടു കഴിഞ്ഞാൽ നാച്ചുറൽ ലഹരിയാണിത്, നാച്ചുറൽ ലഹരി. ഇഷ്ടപ്പെട്ട കുറച്ച് സ്കേർട്സ് പ്രിയ മോഹൻ കാണിക്കുന്നതായിരിക്കും. ചൈനയിൽ വന്ന് ഫെസ്റ്റിവൽ ഒരു എന്താ ഇത് ഒരു ഹാൻഡ് എംബ്രോയിഡറി പോലത്തെ പ്രിന്റ് വൈറ്റ് സ്കേർട്ടില് എല്ലാം നല്ല ക്വാളിറ്റി ഫാബ്രിക്. അത് കണ്ടാൽ നിങ്ങൾക്ക് വന്ന് തൊട്ട് നോക്കി. എനിക്ക് അതുകൊണ്ടല്ലേ ഞാൻ വന്ന് തൊട്ട് നോക്കി വാങ്ങുന്നത്. ഡാഡി പാക്ക് ചെയ്യുന്നുണ്ടോ? ഓർഡേഴ്സ് പാക്ക് ചെയ്യോ? എന്തേ ഭയങ്കരല്ലേ? ഇവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ലല്ലേ? അത് എനിക്കറിയില്ല എത്ര ഓർഡേഴ്സ് മാറിപ്പോവും, എത്ര ഓർഡേഴ്സ് ആർക്കൊക്കെ എത്തും, ലോകത്ത് ഏതൊക്കെ ഭാഗത്തേക്ക് പോവും ഒരു അല്ല. പക്ഷെ എല്ലാത്തിലും എഴുതിയിട്ടുണ്ട് കറക്റ്റായിട്ട്. അവരപ്പം എഴുതും. ഇതിന്റെ എല്ലാ കൊറിയർ ഓഫീസും ഇതിന്റെ ഫ്രണ്ടിൽ തന്നെയാ. ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ കസ്റ്റം വെയർ പോലെ ഇല്ല പ്രിയ, ബൊട്ടീക്കിന്ന് എടുക്കുന്ന പോലെ. നോക്ക് ഇവിടത്തെ കട്ടിങ് എന്ത് ഭംഗിയാന്ന്. എത്രക്കാണെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും പെർഫെക്ഷൻ വരില്ല. അടിപൊളിയായിട്ടുണ്ട്. ഓ ഈ പാറ്റേൺസ് ഒക്കെ ഉണ്ടല്ലോ, വേറെ ലെവലാണിത്. നോക്കേടി ആ ഫ്ലവർ അതില് ഇത് ചെയ്തു വെച്ചിരിക്കുക വർക്ക്. ഷോ ആരാണെങ്കിലും ചോദിക്കും കേട്ടോ ഇതൊക്കെ എവിടെയെന്നാന്ന്. ഏയ് ഒരു കുഴപ്പമില്ല. ഇതിന് സർട്ടിഫൈ ചെയ്തിട്ടൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ, കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അറിയോ? ആ ഒരു വേറെ കാര്യം പറ്റും, നല്ല മോർണിംഗ് ബ്രഞ്ചസിന് ഇടാൻ പറ്റും. എല്ലാം ഹോളിഡേ അല്ലേ, ഹോളിഡേ മൂഡ് ഡ്രസ്സാണ്. ഫംഗ്ഷനൊക്കെ ഇടാൻ പറ്റും. വെരി ക്ലാസി. പേസ്റ്റൽ കളേഴ്സ്. എന്തോരം ഭംഗിയുള്ള ഡ്രസ്സസാണ് നോക്കിക്കേ. ശരിക്കും ഹൈ എൻഡ് ബൊട്ടീക്സിന് ഇവരുടെ സ്റ്റൈലിംഗ് ആണെങ്കിലും വിഷ്വൽ മെർച്ചൻഡൈസിങ് ആണെങ്കിലും എന്താണെങ്കിലും ഐ തിങ്ക് സോ ഇവരുടെ ജസ്റ്റ് ഇങ്ങനത്തെ ഡിസ്പ്ലേ സെൻറ്റേഴ്സ് വലിയ ഹൈ എൻഡ് അല്ല, ഞാൻ പറയാൻ മറ്റേ ഡിസൈനർ വേസ് ഒന്നും അല്ല, പക്ഷേ നമ്മുടെ ഒരു നോർമൽ ഹൈ എൻഡ് ബ്രാൻഡ്സിനെയും കാട്ടി ഭംഗിയായിട്ടാണ് ഇവർ ചെയ്തു വെച്ചിരിക്കുന്നത്. എന്ത് രസം നോക്ക്, ഇതൊക്കെ ഷെൽസാണ്. നമുക്ക് വേറൊരു കാര്യമുണ്ടല്ലോ ചൈനയിൽ ഇപ്പം നമ്മൾ കണ്ടുവന്നത്, എല്ലാം മേ ബി ഈ ഒരു സീസണിൻ്റെ കളക്ഷൻസ് ആണോ എന്നറിയില്ല, അതോ ട്രെൻഡ് ആണോ എന്നറിയില്ല, എല്ലാം പേസ്റ്റൽ ഷെയ്ഡ്സ്, ലൗഡ് ഫ്ലാഷി കളേഴ്സ് ഒന്നുമില്ല. നോക്ക് കംപ്ലീറ്റ് ഇതാ. അത് മാത്രം കുറച്ച് പാർട്ടി വേറെ, പക്ഷെ പൊതുവെ ഏത് നോക്കിയാലും ആ ഒരു ലൗഡ് കളേഴ്സ് ഒന്നുമില്ല. നോക്ക് പക്ഷെ എല്ലാം വെരി ക്ലാസി ലുക്സ്. ഇവിടെയുള്ള എല്ലാവരും സോ ഇൻസ്പയർഡ്, കണ്ടിന്യൂസ് ആയിട്ട് വർക്ക്. ഏജ് അല്ല, ജെൻഡർ ഇല്ല, എന്താണ് ഞൊണ്ടിയാണെങ്കിലും കൊച്ചു പയ്യന്മാരാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും ഒക്കെ ഓടി നടന്ന ഇവിടെ പണിയെടുക്കുന്നതാടി അല്ലേ. എല്ലാവരും തീരില്ല. അതെ, റെസ്റ്റേ ഇല്ല അവർക്ക്. ഇങ്ങനെ ഇരുന്ന് പണിയെടുക്കുമോ? വെറുതെ ഇരിക്കുമ്പോഴോ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും. ഷർട്ട്സിൻ്റെ വെറൈറ്റീസ് കണ്ട ഇങ്ങനത്തെ പ്രിന്റഡ് ഓൾ ലൈറ്റ് വെയ്റ്റ് പക്ഷെ ഇതും ഞാൻ പറഞ്ഞില്ല കംപ്ലീറ്റ് പേസ്റ്റൽ ഷെയ്ഡ്സ് ആണ്. ഈ ഫ്ലോർ കംപ്ലീറ്റ് ഷർട്ട്സ് ആണ്, സ്ലിപ്സും ഷർട്ട്സും ഇൻക്ലൂഡിങ് ആണ് ഇവർ സെല് ചെയ്യുന്നത്. സോ പല കളേഴ്സ് ഉണ്ട്. ഐ തിങ്ക് ഇറ്റ്സ് എ വെരി ഫേമസ് ഷോപ്പ്. പ്രിയ എന്തൊക്കെയോ ഐഡിയാസ് അവിടെ നിന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. റേറ്റും മെറ്റീരിയലും മറ്റേ എന്തോ അസോഡൈ ടെസ്റ്റ് പാസ്സായിട്ടുള്ള സർട്ടിഫിക്കറ്റും കുറേ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അവിടെ നിന്ന്. ആദ്യമേ തന്നെ എങ്ങനെയുണ്ട് ചൈന? എനിക്ക് എങ്ങനെയാ പറയണ്ടെന്നറിയുന്ന ഒരു വേൾഡ് എങ്ങനെയാണോ അതാണ് ചൈനയുടെ ഷോപ്പിംഗ്. അത്രയും വലുതാ. അത്രയും നമ്മള് ബാങ്കോക്കിൽ കഷ്ടപ്പെടുന്നതിന്റെ 10 ഇരട്ടി കഷ്ടപ്പെടണം ഇവിടെ കണ്ടുപിടിക്കാൻ. പിന്നെ സംസാരിക്കാനും ബാക്കിയുള്ള പ്രൊസീജിയേഴ്സ് വേറെ. അത് വേറെ. ഇനി അതിനേക്കാളും പേര് നമ്മൾ ചൈന പഠിക്കണം അല്ലേ, പറഞ്ഞ് മനസ്സിലാക്കുന്നത്. ഒരു രക്ഷയില്ല അല്ലേ. നമുക്ക് കുറഞ്ഞ ക്വാളിറ്റി ചോദിച്ചിട്ട് അത് ഇവിടെ ഇല്ല. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. നമുക്കൊന്ന് അറിയണ്ടേ നാട്ടിൽ വരുന്ന സാധനം എവിടുന്നാന്ന്. അപ്പൊ നമ്മൾ നോക്കിയപ്പോൾ ആ ക്വാളിറ്റി അത് അവർ പറയാ ഫാക്ടറി പോയി പറഞ്ഞാൽ അത് ചെയ്തു തരുന്നു, അല്ലാതെ ഇവരത് വിൽക്കില്ല. വെള്ളയുടെ വെളുപ്പ് കണ്ട, അതെ, അകത്തൊരു ഇന്നറും കൂടി ഉണ്ട്. ഇവിടെ ഡാഡി പറയുന്നുണ്ടായിരുന്നു വൈറ്റിന് ഭയങ്കര വെളുപ്പാണ്. ഭയങ്കര വൈറ്റ് ഇവിടുത്തെ.
എന്ത് സോപ്പ് പൊടിയാ ഉപയോഗിക്കണേ? അത് മെറ്റീരിയലിന്റെ. ഇവിടുന്ന് വാങ്ങിച്ചോണ്ട് പോണെന്ന് പറഞ്ഞു സോപ്പ് പൊടി. കണ്ടാ നല്ല പേസ്റ്റൽ കളേഴ്സ് ഒക്കെ ഉണ്ട്. ബ്ലൂ. പക്ഷെ എല്ലാം പേസ്റ്റൽ അല്ലേ ഈ തവണ ഇവിടെ ചൈനയില്? അല്ല ഇവര് പൊതുവെ പേസ്റ്റൽ കളേഴ്സ്. പക്ഷെ ഇതൊക്കെ എക്സ്പോർട്ട് മാർക്കറ്റ് വേണ്ടിയുള്ളതല്ലേ? ഇങ്ങനത്തെ കളേഴ്സ് ഉണ്ട്, എന്നാലും ഭയങ്കര ലൗഡും ഫ്ലാഷി ആയിട്ടുള്ള ഒന്നും ഇല്ല കേട്ടാ. നല്ല രസമുണ്ട്. ആ സ്ലിപ്പ് വരെ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. വെറുതെ ഒരു സ്ലിപ്പ് അല്ല, ലേസ് വർക്കും അതിലൊരു എംബ്ലവും എല്ലാം വെച്ച് നല്ല ക്ലാസി ഡ്രസ്സസാ. ഇഷ്ടപ്പെട്ട ചൈന? എനിക്ക് ഏറ്റവും കൗതുകമായി തോന്നി എന്താ പറയാ, എല്ലായിടത്തും ഇപ്പൊ ഇതുപോലെ സ്ക്രഞ്ചീസും കൊടുക്കുന്നുണ്ട് കുറെ ഡ്രസ്സസിന്. അത് ഭയങ്കര അല്ലേ? നമ്മള് തായ്ലൻഡിൽ പോലും കണ്ടിട്ടില്ല അങ്ങനത്തെ ഒരു പരിപാടി. അത് ഇനി വരും. തായ്ലൻഡിൽ ഒരു 6 months കഴിയുമ്പോ വരും. ആ, തായ്ലൻഡിൽ നമുക്ക് ഇറക്കാം. ഓ, ഡാഡിയുടെ സെലക്ഷനാ. പക്ഷെ പ്രിയ എടുക്കുന്നില്ല. എല്ലാരും നോക്കിക്കോ, പ്രിയനെ വധിച്ചു ശരിയാക്കി കളയും. എന്ത് സ്റ്റൈലാ നോക്ക് പ്രിയ. ഓ, ഉണ്ടായിക്കോട്ടെ, എന്നാലും ഡാഡി സെലക്ട് ചെയ്തത് എടുത്തില്ല എന്ന് നോക്കിക്കോ. പ്രിയക്ക് കമന്റ്സ് വരുന്നത് നോക്കിക്കോ. ഇവിടുത്തെ ടൈ ആൻഡ് ഡൈ ടൈപ്പ് ഒക്കെയാണ് കേട്ടോ ഇവിടെ നമ്മൾ കൂടുതൽ കാണുന്നത്. നൈസ്. ആ, രണ്ട് അതെ ഒരേ പൈസ സെറ്റായിട്ട് നമ്മൾ കൊടുക്കുന്നത് ഇവിടെ. കൊള്ളാം അല്ലേ? 4 കളേഴ്സ് ഉണ്ട്. എൻഡ് ഓഫ് ഡേ 1 എന്തായിരുന്നു? അൺഎക്സ്പെക്ടഡ് എക്സ്പീരിയൻസ് അല്ലേ? ഉന്തിത്തള്ളി ചാടിയിടാൻ പോയില്ലേ? ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞപ്പോ അങ്ങനെയൊന്നും ഇല്ലാന്നൊക്കെ പറഞ്ഞു. ആ അതെ, അത് ആളുകൾ കൈവച്ച് പുഷ് ചെയ്യുന്നില്ല. വണ്ടികളൊക്കെ വണ്ടികളുണ്ട് ഉന്ത് വണ്ടികള്. എന്തായാലും ഒരു സംഭവമായില്ലേ സംഭവം. ഇനി നാളെ വീണ്ടും ഇറങ്ങുക, മറ്റന്നാള് വീണ്ടും ഇറങ്ങുക. അങ്ങനെ ഒരാഴ്ച ഇറങ്ങുക. ഡാഡി ക്ഷീണമുണ്ടോ? ക്ഷീണമൊന്നുമില്ല. അല്ല, എനിക്ക് ഞങ്ങളുടെ ഒരു ഷോക്കിൽ നിൽക്കുക കണ്ടിട്ട്. ഓക്കെ, അപ്പൊ സിമ്പിൾ, നിസ്സാരം, ഒന്നുമില്ല. മാത്രല്ല നമ്മള് 4-5 ദിവസം ഇവിടെ ഷോപ്പ് ചെയ്യുന്നതേ അവർ 2 മണിക്കൂർ കൊണ്ട് ചെയ്യാം. എവിടെ? ബാങ്കോക്കില്. സത്യം. അതായത് നമ്മൾ വെറൈറ്റി ഇല്ലല്ലോ ഉള്ളതിൽ വെച്ച്. അതുവരെ നമുക്ക് ആദ്യമേ ഭയങ്കര വലുതായി തോന്നി. ഇവിടെ വന്നപ്പോ അത് ഒന്നും അല്ലാന്ന് തോന്നി. ഓ, ഒരു സംഭവം. ഫുൾ പ്ലാറ്റിനം മോളിന്റെ അകത്ത് അവിടെ മിക്സ് ആയിട്ടില്ല കിട്ടുന്നത്. അവിടെ ഇവിടെ ആണെങ്കിൽ ആ പ്ലാറ്റിനം മോള് മൊത്തം ടോപ്പ് ആയിരിക്കും. ഒരു ഷോപ്പ് മാത്രം, ഒരു മോള് മാത്രം ഫുൾ പ്ലാറ്റിനം മോളിന്റെ ഒരു ടൈപ്പ് ഡ്രസ്. അതാണ്. ഓക്കെ, ബാക്കി ഇനി പറഞ്ഞ് നീട്ടിക്കുന്നില്ല. നാളെ വീണ്ടും. ഓക്കെ, സോ ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ഡേ 2 ഓഫ് അവർ എക്സ്പ്ലോറിംഗ് ആൻഡ് ഫൈൻഡിങ് ന്യൂ ക്ലോതിങ് ഫോർ അവർ ബിസിനസ്. സോ ഇന്ന് ഞാൻ രാവിലെ ആക്ച്വലി ഒരു മാർക്കറ്റിൽ പോയെ. അവിടെ കുറേ കളർഫുൾ ആഫ്രിക്കൻ മാർക്കറ്റ്സിലേക്ക് ഉള്ളതായിരുന്നു. അതിൻ്റെ വീഡിയോ എടുത്തില്ല. പക്ഷേ മാഡത്തിന് ആ കളക്ഷൻ ഒന്നും വേണ്ടാന്ന് ആ കൊറിയൻ, ജപ്പാൻ ന്യൂട്രൽ പേസ്റ്റൽ കളർ പ്രിൻറ്റ്സ്, യങ് വൈബിങ് അല്ല, ഒരു എന്താ പറയുക, ക്ലാസി യെറ്റ് അഫോർഡബിൾ, ആ ഒരു രീതിയിലുള്ള കളക്ഷൻസ് ആയിരുന്നു നമുക്ക് ഇത്തവണ ഇൻസ്പയറിംഗ്. ബിക്കോസ് ദാറ്റ്സ് വാട്ട് ഇറ്റ്സ് റണ്ണിങ്. ഇപ്പോൾ നമ്മൾ ഫാസ്റ്റ് ഫാഷൻ എടുത്ത് നോക്കിയാലും ഇപ്പോൾ സാറ ആണെങ്കിലും അതല്ലാതെ ഇന്റർനാഷണൽ അല്ലെങ്കിൽ ഗാൻറ്റ് ആണെങ്കിലും ഏത് ബ്രാൻഡ്സ് എടുത്ത് നോക്കിയാലും ഒരുവിധം ന്യൂട്രൽ പ്രിൻറ്റ്സ് ആണ് ഈ വർഷം റൺ ചെയ്യുന്നത്. ന്യൂട്രൽ കളേഴ്സ് അല്ലെങ്കിൽ പേസ്റ്റൽ കളേഴ്സ്. സോ കൂടുതൽ അങ്ങനത്തെ കളക്ഷൻസ് തപ്പിയുള്ള അവർ ഡേ 2 ഓഫ് ഹണ്ടിങ് ആണ്. ഹോപ്പ്ഫുള്ളി ഇന്നും കുറേ അടിപൊളി സാധനങ്ങൾ നിങ്ങളെ കാണിക്കാൻ പറ്റും. അപ്പോൾ ഇന്ന് നമ്മൾ ക്ലാസ്സിയൊക്കെ പിടിക്കുന്ന തീം ആയതുകൊണ്ട് കാറും ഞാൻ ക്ലാസ്സിൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. നോക്കാമല്ലോ ക്ലാസ്സിൽ കാറാണോ വരുന്നത്. ചൈനയിലാകുമ്പോൾ എല്ലാം സംഭവിക്കുമല്ലോ. സാധാരണ ക്യാബിന് 6 കിലോമീറ്റർ പോകാൻ 120 രൂപ, ഇതിന് 350 രൂപ. ഏത് മറ്റേ പ്രീമിയം ഡ്രൈവർ, മറ്റേ തൊപ്പിയൊക്കെ വെച്ച ഡ്രൈവറിൻ്റെ അത്രേ ഉള്ളൂ. മിക്കവാറും വെള്ളവും കാണും അതിൽ. ഡാഡി, പ്രീമിയം കാറ് ഡാഡിക്ക് മറ്റേ സൂട്ടിട്ട ഡ്രൈവറിനെ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. പ്രീമിയം കാറിലെ ഡ്രൈവറെ സൂട്ട് ഇടും, അത്രേ ഇടുള്ളൂ. ആ, സാധാരണ കാറിൽ ഡ്രൈവർ ഒന്നുമില്ല. ഊബർ അതിന് അഫോർഡ് ചെയ്യണ്ടേ, അത്ര ആൾക്കാർ പൈസ കൊടുക്കുക. ഇവിടെ ആൾക്കാർ റെഡിയാണ്, മനസ്സിലായോ? എല്ലാ ലെവലിൽ ഓഫ് ആൾക്കാരും സ്പെൻഡ് ചെയ്യും. അത് പ്രീമിയം. ഇന്ന് മിക്കവാറും ടൈ കെട്ടിയ ആളെ കാണാം. നാട്ടിലത്തെ ഏകദേശം ഒരു 60 ലക്ഷം രൂപ വരുന്ന BYD സീലാണെന്ന് തോന്നുന്നു ആ വണ്ടി കേട്ടാ. ഇത് ഒരു അടിപൊളിയായിരിക്കും. 5058. ഓ ഡാഡി, പോരെ വണ്ടി. VIP ലെവൽ സീറ്റിങ്ങും പോന്നു മുതലാളി. ഫ്യൂച്ചറിലെ ചൈനയിലെ വല്ല ഒരു ഫാഷൻ എക്സ്പോർട്ടറായി മാറാൻ നിൽക്കുന്ന ഒരു മുഖമാണിത്. ശ്രദ്ധിച്ചോ നിങ്ങള്?
അതിന്റെ കൂടെ പുതിയ ബിസിനസ് ഐഡിയാസ് പറഞ്ഞുതരാൻ ഡാഡിയും കാണും അല്ല ഡാഡി? ആ കേട്ടാ, ഡാഡിക്ക് എന്തെങ്കിലുമൊക്കെ നമ്മളിപ്പോ പുതിയതായിട്ടൊക്കെ ചെയ്യണം അല്ല ഡാഡി? ഇതൊന്നും ഡാഡി നേരത്തെ അറിഞ്ഞില്ലാന്ന്, അല്ലെങ്കിൽ ഡാഡി അവിടുത്തെ ഒരു ബിസിനസ് മാഗ്നറ്റായി മാറിയാന്. പക്ഷെ അടിപൊളി. ഊട്ടിയില് മോഹൻ ഷോപ്പാ, മോഹൻ സ്റ്റോഴ്സ്. അതൊന്നും എനിക്കറിയില്ല. മോഹൻലാൽ അല്ല, വേറെ എന്തോ അതുപോലത്തെ എന്തോ. ആ മോഹൻ സ്റ്റോർ, അത് ഊട്ടിയില്. എന്തായാലും ക്യാബ് അടിപൊളി, നോക്ക് സ്പേസ് ഒക്കെ അല്ല. നാട്ടില് ഡ്രൈവറെ നമുക്കിപ്പൊ കിട്ടും. വാട്ടർ ബോട്ടിലൊക്കെ ഉണ്ട്. ആ ഡാഡി ചൂടത്ത് അതൊന്നും ചെയ്യിപ്പിക്കാൻ പറ്റില്ല. അതെ, ഇതൊക്കെ ഓക്കെ. ഇന്ന് കിടിലൻ കളക്ഷൻസ് ആയിരിക്കണം. ഇവിടുന്ന് വാങ്ങി ലക്കി ഡ്രോ ഇട്ട് കഴിഞ്ഞാൽ ബാക്കില് കാറാണ് ഗിഫ്റ്റ് കേട്ടാ. 3 കാറ് ഉണ്ട്. ഇത് ഏത് കാർ വേണമെങ്കിലും നമുക്ക് അടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ പ്രിയ ഒന്ന് ആഞ്ഞ് ഷോപ്പ് ചെയ്തോ. 3 കാറ് 3 പേർക്ക്. ഡാഡി ഓടിക്കുവോ കാർ കിട്ടിയാ? ഓടിക്കില്ല. അതെ, ജിഗ ജിഗ ഉണ്ടല്ലോ. പ്രിയക്ക് ഇപ്പൊ ജിഗ ജിഗ ഒന്നും വേണ്ടേ? ആയി അല്ലേ? അതാ പറഞ്ഞേ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ ചൈനയുടെ ഒരു ഗുണം എന്താണെന്നറിയോ? ട്രെൻഡ്സ് ഓബിയസ്ലി ഓരോ ഡിസൈനും എമേർജ് ചെയ്യുന്നതും അല്ലെങ്കിൽ ഡിസൈൻ ചെയ്ത് മാനുഫാക്ചർ ചെയ്യുന്ന എല്ലാ ബ്രാൻഡ്സും ഒരുവിധം ചൈനയിൽ നിന്നാണ്. സോ ആ ട്രെൻഡ്സ് അനുസരിച്ച് ഇങ്ങനത്തെ മാർക്കറ്റിൽ ഹോൾസെയിലിൽ ആ ബ്രാൻഡ് നെയിം ഇല്ലാതെ അതേ ക്വാളിറ്റിയിലുള്ള സാധനങ്ങൾ ഇവിടെ ഇറക്കും. സോ വേൾഡിൽ എന്താണോ ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ഇതിപ്പോൾ നമ്മൾ ജപ്പാൻ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്ന അല്ലെങ്കിൽ ഇത്തവണ നമ്മുടെ ഫുൾ ഫോക്കസ് കൊറിയൻ ഫാഷനിലേക്കാണ്, അങ്ങനത്തെ പാറ്റേൺസും കളേഴ്സിലേക്കുമാണ്. സോ ആ സാധനം ഇവിടെയൊക്കെ ഇറങ്ങിയിട്ട് മേ ബി ഒരു 6 months അല്ലെങ്കിൽ 6 months ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും തായ്ലൻഡിൽ വരുന്നത്. അതും ഇതിൻ്റെ ഒരു ഫ്രാക്ഷൻ ഓഫ് ദി കളക്ഷൻ. ആൻഡ് കുറച്ചേ ഉള്ളൂ. ഇപ്പോൾ കൊറിയൻ കളക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തായ്ലൻഡിൽ അത്രയും പോപ്പുലറായിട്ട് മാർക്കറ്റ്സ് കിട്ടില്ല. അവിടെ കുറച്ചും കൂടെ കളർഫുൾ സാധനങ്ങളാണല്ലോ. സോ ദ ബെസ്റ്റ് പാർട്ട് ഓഫ് ചൈന ഇസ് ദാറ്റ് നേരത്തെ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ കറക്റ്റ് ടൈമിൽ വന്നു കഴിഞ്ഞാൽ നേരത്തെ നമുക്ക് ട്രെൻഡി ക്ലോത്ത്സ് കളക്ഷൻസ് പല ഓപ്ഷൻസിലും ഇവിടെ കിട്ടുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ തായ്ലൻഡൊക്കെ പോയി കഴിയുമ്പോൾ ഡെനിംസ് കാണും. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെനിംസിൽ ആ ഒരു ഫ്രിൽ വർക്ക് വരുമ്പോൾ തന്നെ ആ ഒരു കൊറിയൻ ടച്ച് ആയല്ലോ. സോ അങ്ങനത്തെ കുറേ വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങൾ അവരിവിടെ ഇറക്കുന്നുണ്ട്. ഇതുണ്ട്, ഇവിടെയും ഫ്രിൽ വർക്ക്, നല്ല മെറ്റീരിയലും അതുപോലെ തന്നെ അടിയിലും ലേസ് വർക്ക്. ഒന്ന് കാണിച്ച എൻ്റെ ബാക്കിലത്തെ പാറ്റേൺസ് ഒക്കെ എന്ത് രസമെന്ന് നോക്ക്. ക്ലാസ് ആണ്. ഇതിൻ്റെ കൂടെ ജസ്റ്റ് ഒരു ഇതുപോലത്തെ ഒരു വൈറ്റ് ഷൂ ഇട്ട് വേണമെങ്കിൽ ഒരു ബെൽറ്റും കൂടെ വെച്ചാൽ ആ സ്റ്റൈലായിരിക്കും. തിരിച്ചത് അത് ഓവറാ, അത്രയേനെ പോലെ നിങ്ങൾ ആവണ്ട കേട്ടാ. അത് ബാക്കാ അല്ലേ? അടിപൊളി ഡിസൈൻ. ഇതുണ്ടല്ലോ, ഇത് ചിലവർക്ക്, എനിക്ക് കുഴപ്പമില്ല, പക്ഷെ ചിലവർക്ക് ഇത് ആം ഹോള് ഭയങ്കര ഇങ്ങനെ സ്ലിപ്പ് ഇടാലോ. അപ്പൊ അടിയിൽ ചെറിയ സ്ലിപ്പ് കിട്ടും. ഇപ്പത്തെ യങ്സ്റ്റേഴ്സിനൊക്കെ അറിയാം, ചെറിയ സ്ലിപ്പ് കിട്ടും, ബനിയൻ ടൈപ്പ്. അത് ഇട്ടിട്ട് വേണം ഇത് ഇടാൻ. അല്ലെങ്കിൽ കൈ മടക്കി അടിക്കും, അല്ലെങ്കിൽ വേണമെങ്കിൽ ടീഷർട്ട് ഓൾസോ ഇഫ് യു അകത്ത് വേണമെങ്കിൽ ഇടാം. അതെ, ടീഷർട്ട് ഇടാം. അപ്പൊ അങ്ങനെ ഇട്ടിട്ട് ഇടാം. നല്ല സാധനം, ഭയങ്കര ട്രെൻഡി. എനിക്ക് ഇതും ഇഷ്ടമായി. അത് ഞാൻ കാണിച്ചു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ലേസ് നല്ല ഡ്രസ്സാണ്. ഇതെല്ലാം സാമ്പിൾസ് ആണ്, മനസ്സിലായോ? പിന്നെ നമ്മൾ ഇങ്ങനെ ഓർഡർ ചെയ്ത് ഫാക്ടറിയിൽ നിന്ന് കൊണ്ടുവന്ന്, അല്ല തായ്ലൻഡ് പോലത്തെ പരിപാടി ഇവിടെ ഇല്ല കേട്ടാ. പോയി അപ്പം വാങ്ങിക്കൊണ്ട് വരുന്ന പരിപാടി അവര് ചോദിച്ചോണ്ടിരിക്കുക. എല്ലാ ഡീറ്റെയിൽസും എടുത്തോ? ഇതൊക്കെ നോക്കിക്കേ, ചൈനയുടെ സിമ്പിൾ സാധനം ആണെങ്കിൽ പോലും വൈറ്റ്, അതുപോലെ തന്നെ അടിയിൽ ഇതുപോലെ ചെക്ക്ഡ് വിത്ത് ലേസ്. പക്ഷെ അതിന്റെ ഒരു ഹൈലൈറ്റ്, നല്ല മെറ്റീരിയൽ ആണ്. അതിന്റെ ഹൈലൈറ്റ് വരുന്നത് ഈ ബാഗ് ഈ മെറ്റീരിയൽ വെച്ച് ചെയ്തിട്ട് വൈറ്റ് ടോപ്പിന് മാച്ചിങ് ആവാൻ വേണ്ടി വൈറ്റ് ഇതുപോലെ പിടിയുണ്ട് ഹാൻഡില്. സോ അതുവരെ അവർ കോർഡിനേറ്റ് ചെയ്തിരിക്കും സെയിം ഫാബ്രിക്കില് അല്ലേ? ഈവൻ ദിസ് തിങ് നോ, ഇതുവരെ അവർ ആ സെയിം കളർ കോഡിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഇതൊക്കെ ട്രെൻഡ് അല്ലെങ്കിൽ എന്ത് പറയാനാ? ഇതൊക്കെ കൊറിയയിൽ പോകണം, അല്ലെങ്കിൽ ചൈനയിൽ വന്ന് ഫാക്ടറി ഔട്ട്ലെറ്റ് കണ്ടുപിടിച്ച് ഇതുപോലെ മാനുഫാക്ചർ ചെയ്ത് എടുക്കണം, ഓർഡർ കൊടുത്ത്. അതെ, അത് നടക്കും. ബാങ്കോക്ക് കിട്ടില്ല, നാട്ടിലെ തുണി ചിലപ്പോ കിട്ടുമായിരിക്കും. ഈ പാറ്റേണിൽ ഈ ഫിനിഷില് തുന്നിയെടുത്ത് വരുമ്പോഴത്തേക്ക് എല്ലാം ഒരു 3500 റേറ്റ് വരും. കൊള്ളാം. ഫാബ്രിക് നല്ലതായിരിക്കും. ഇതിന്റെയൊക്കെ സ്റ്റൈല് നോക്കിക്കേ,
അടിപൊളിയല്ലേ, എനിക്ക് ഭയങ്കര സോ ക്ലാസി. ബ്ലാക്ക് സിപ്പ് ലൈക്ക് ഇതുപോലത്തെ ടോപ്പ്, നല്ലൊരു ബെൽറ്റ് ആൻഡ് ഫാബ്രിക്കിന്റെ ക്വാളിറ്റിയാണ്. ഇതിന്റെ തന്നെ എന്താ 3 കളേഴ്സ് ഉണ്ട് ഇവിടെ. കളേഴ്സും ഉണ്ട്. അടിപൊളിയാട്ടാ. ശരിക്കും ചൈനയെ വന്ന് നമ്മൾക്ക് ഹോൾസെയിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ലോകത്ത് വേറെ എവിടെയും അത് ആരും പോവില്ല. അത് ഇവിടെ നിന്നല്ലേ എല്ലായിടത്തും ഇവിടെ നിന്നല്ലേ പോകുന്നത്. പക്ഷെ എന്തൊരു ക്യൂട്ട് ഡ്രസ്സസ് അല്ല പ്രിയ, ക്യൂട്ട്നെസ് ആണ് ഇവിടെ, ക്യൂട്ട്നെസ് എന്തോരാ നോക്ക് അല്ലേ. എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമായി, ഈ വൈറ്റ് ഹാർട്ട്സ് ഉള്ളത്. കളർ ചെറിയ കളേഴ്സേ ഉള്ളൂ. ദാറ്റ്സ് ഓൾസോ വെരി നൈസ്. അതുപോലെ തന്നെ പ്രിയയുടെ സ്റ്റൈലിലുള്ള കുറച്ച് ഇപ്പോൾ ഇട്ടിരിക്കുന്ന പോലത്തെ തന്നെ വേറെ കുറച്ച് ലേറ്റസ്റ്റ് പാറ്റേൺസും ഡിസൈൻസ് ഒക്കെ നോക്ക്, നന്നായിട്ടില്ലേ. എങ്ങനെയെങ്കിലും ഇതൊക്കെ സോഴ്സ് ചെയ്യാൻ നോക്കണം പ്രിയ. ഷോപ്പ് നമുക്ക് വേറെ ലെവലിലേക്ക് കൊണ്ടുപോകണ്ടേ. നമുക്ക് ചൈനയും ബാങ്കോക്കും കൊറിയൊക്കെ ആക്കണ്ടേ. അത് ചൈന മാത്രം വന്നാൽ മതി, ഫുൾ ആയിക്കോളും. ആ യെല്ലോ നല്ലതായിട്ടുണ്ട് ഡാഡി, ഇത് നല്ല രസമുണ്ട്. നല്ല കളേഴ്സ് ആട്ടാ, ഡിസൈൻസിനെ കാട്ടി എനിക്ക് ഇഷ്ടപ്പെട്ടു. പേസ്റ്റൽ കളേഴ്സ്, നല്ല മെറ്റീരിയൽ ആണല്ലോ. ഓ ഇതൊക്കെ എന്തൊരു വർക്കാ നോക്ക്. ബെൽറ്റ് ആണോ തലേ കെട്ടുന്ന സാധനമാണോ? അല്ല, ഇത് ഇതിന്റെ കൂടെ അറ്റാച്ച്ഡാ. അതെ നോക്ക്, കണ്ട ഇത് തുന്നി വെച്ചിരിക്കുക. അതിന്റെ പാറ്റേൺ അത്. പ്രിയക്ക് പോലെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല, ദില്ലുവിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. കണ്ട, ഞാനാണ് പ്രിയനെ കാട്ടി ക്ലോത്ത്സ് കാണുന്നത്, കാരണം എന്റെ ജോലിയാണ് സ്കൗട്ടിങ്. പ്രിയ ലാസ്റ്റ് ഫൈനലൈസിങ് മാത്രമേ ഉള്ളൂ. ഈ ഞങ്ങളുടെ ആക്ച്വലി ബിസിനസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആദ്യമേ രാവിലെ പോയി പ്രിയ റെഡി ആവുന്ന ടൈമിൽ പോയി മാർക്കറ്റ്സ് ഒക്കെ തപ്പിപ്പിടിച്ച് അവിടെ നിന്ന് വീഡിയോ എടുത്ത് അയക്കും. അപ്പോൾ പ്രിയയ്ക്ക് ഒരുവിധ ഐഡിയ കിട്ടും ഏത് മാർക്കറ്റിൽ പോകണം വേണ്ടത്. അത് കഴിഞ്ഞിട്ട് ഒരു മാർക്കറ്റിൽ വന്നു കഴിഞ്ഞ് അന്ന് അത് രാവിലെ മാർക്കറ്റിൽ പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് ഓടി നടന്ന് കണ്ട് വീഡിയോ എടുക്കത്തുള്ളൂ, ഒരു ഐഡിയ കിട്ടായിട്ട്. അത് കഴിഞ്ഞ് മാർക്കറ്റിൽ നിന്ന് ഞങ്ങളും പ്രിയയും ഡാഡിയും കൂടെ പോവും. വേദുമമ്മി റൂമിലാണ് ആക്ച്വലി, ഇവിടെ അവരെ കൊണ്ടുവരാം. സോ അത് കഴിഞ്ഞിട്ട് പ്രിയ ഒരു ഷോപ്പിൽ പോകുമ്പോൾ ഞാൻ ബാക്കിയുള്ള അടുത്തൊക്കെ പോയി, എനിക്ക് ഏകദേശം അറിയാമല്ലോ പ്രിയയ്ക്ക് ഏത് ടൈപ്പാണ് ഇഷ്ടം അങ്ങനത്തെയാണ്, അതിൻ്റെയൊക്കെ വീഡിയോസ് എടുത്ത് ഞാൻ പ്രിയയ്ക്ക് കൊണ്ടുപോയി കാണിക്കും. ആൻഡ് അതിലൊരു 70% പ്രിയ റിജക്ട് ചെയ്യും, ബാക്കി 30% ഷോപ്സിലേക്ക് ഞങ്ങൾ പോകും. സോ അങ്ങനെയാണ് ഞങ്ങളുടെ ടൈം മാനേജ്മെൻറ്റും ഇത് നടക്കുന്നത്. ഞാൻ ആക്ച്വലി മറ്റേ IPL ഒക്കെ സ്കൗട്ട് ചെയ്യാൻ പോകില്ലേ, പിള്ളേരെ കണ്ടുപിടിക്കാനും പുതിയ ടാലൻസ് കണ്ടുപിടിക്കാനും, അതാണ് എൻ്റെ ജോലി. ഫൈനൽ സെലക്ഷനും ബാക്കിയൊക്കെ പ്രിയ. ടീം വർക്കാണ്. ഡാഡി ഇതിലൊക്കെ ഇൻവോൾവ് ആണ്, ഭയങ്കര ഇൻട്രസ്റ്റ്. ഞാൻ വീട്ടിൽ റിലാക്സ് ചെയ്തിരിക്കാൻ പറഞ്ഞു, പറ്റില്ല, ഡാഡിക്ക് ഇതൊക്കെ വന്ന് വൈബ് ചെയ്യണം എന്ന്. എല്ലാം എഴുതി എടുക്കുന്നുണ്ട്. ഇത്ര നേരം ഇവിടെ ഇരുന്നിട്ടേ, ഇവിടെ ഷോപ്പ് ചെയ്താൽ ഉണ്ടല്ലോ പ്രിയ, അവർ പറയായിരുന്നു 550 രൂപ തിരിച്ചു കിട്ടും. ആ പ്ലസ് മെക്ഡോണൾഡ്സിൽ നിന്ന് കോഫി വാങ്ങി തരുന്നു ഇവര്. ആ കോഫി വാങ്ങുമ്പോ ഇത് പ്രിയ ബ്യൂട്ടിഫുൾ. അത് ഭയങ്കര സ്നേഹമാണല്ലോ. ഇതൊക്കെ കണ്ട, ഇതൊക്കെ നമ്മുടെ ഒരു തായ്ലൻഡ്, കൊറിയ ആ മാർക്കറ്റിലൊക്കെ പോകുന്ന പോലെ ഒരു യങ് ക്രൗഡ് അല്ലെങ്കിൽ ഒരു ടീൻ ക്രൗഡ്സ് ഇടുന്ന ടൈപ്പ് ഔട്ട്ഫിറ്റ്സ് ആണ്. സോ ഇതിൻ്റെയൊക്കെ പല കളേഴ്സും ഉണ്ട്. ഇതൊക്കെ എനിക്ക് തോന്നുന്നു തായ്ലൻഡിൽ നിന്നൊക്കെ പോവുകയാണെങ്കിൽ ഇവിടുന്ന് തന്നെയാണ് കേട്ടാ, കാരണം നമ്മൾ കണ്ടിട്ടില്ലേ, ഇതേ കണ്ട. ഞങ്ങൾ ഇതൊക്കെ സോഴ്സ് ചെയ്യാൻ നോക്കുവാണ്. ഹോപ്പ്ഫുള്ളി ഇതൊക്കെ നമുക്ക് നമ്മുടെ ഒരു ഹാപ്പി സ്റ്റോറി കൊണ്ടുവരാം. കിട്ടാനും പാടാ, പിന്നെ ഈ നമ്മ കിട്ടില്ല, അതാണ്. കിട്ടും പക്ഷെ എക്സ്പെൻസീവ് ആയിരിക്കില്ലേ ഈ ക്വാളിറ്റി. അത് നിങ്ങൾ എപ്പോഴെങ്കിലും ഞങ്ങൾ സോഴ്സ് ചെയ്യണമെങ്കിൽ ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഇടാം അല്ലെങ്കിൽ യൂട്യൂബിലും ഇടും. അപ്പം നിങ്ങൾ നോക്കിയിട്ട് പറയുക, വന്നൊന്ന് ട്രൈ ചെയ്യുക അല്ലേ, അപ്പോൾ മനസ്സിലാവും അതിൻ്റെ ക്വാളിറ്റി വേറെ ലെവലാണ്. അവസാനം നമ്മളിവിടെ വന്നിട്ട് കുറച്ച് കളർഫുൾ സാധനം കണ്ടു. എന്നാലും അതിനൊരു ട്രെൻഡി പാറ്റേൺ ഉണ്ട് കേട്ടോ. ഈ അടിയിൽ കെട്ടി വെക്കുന്ന ടൈപ്പൊക്കെയാണ്. ഇത് നോക്ക്, പല കളേഴ്സും പല ഡിസൈൻസും. ഈ ഒരു ഷോപ്പിൽ ഡിസ്പ്ലേ മാത്രമാണ് കേട്ടോ. ഈ കംപ്ലീറ്റ് ചൈന അങ്ങനെയാണ്. നമുക്ക് വന്ന് അപ്പം വാങ്ങിക്കൊണ്ട് പോകുന്ന ഒരു പരിപാടിയില്ല, കംപ്ലീറ്റ് സാമ്പിൾസ് മാത്രം. പിന്നെ നമ്മൾ ഓർഡർ അനുസരിച്ച് അവർ തരും, പക്ഷെ അതിനൊരു മിനിമം ഓർഡർ കാണും, ഒരു പീസിന് ഇത്ര എടുക്കണം എന്ന് കാണും. സോ പക്ഷെ അടിപൊളിയാണ് അല്ലേ. നമുക്ക് ചെറുതായിട്ട്, പക്ഷെ നമുക്ക് അതല്ലല്ലോ വേണ്ടത്, നമ്മൾ പുതിയത്. പക്ഷെ ഇതേ ഇതൊക്കെ കണ്ട, ഇതൊക്കെ നമുക്ക് ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സാറ H&M പോലെ ഇല്ലേ, നല്ലല്ലേ ഡാഡി? ആ ഇത് ഞാനാ കണ്ടുപിടിച്ചോട്ടോ ഡാഡി. ഇവർ ഇതുപോലെ തന്നെ മോഡൽസിനൊക്കെ വെച്ചിട്ടാണ് ഇവർ ഡ്രസ്സ് ഡിസൈൻ വിൽക്കുന്നത്. ഇതുപോലെ ഇവർ ലൈവ് സ്ട്രീമേഴ്സാണ്. സോ ഇതൊക്കെ കൊറിയൻ മാർക്കറ്റിൽ ഫോക്കസ് ചെയ്തിട്ടുള്ള പ്രൊഡക്ട്സാണ്. കണ്ട ബാക്കിൽ ഇതുപോലെ ബോ വരും. ഇങ്ങനത്തെ ഒരുപാട് ക്ലോത്ത്സ് ഉണ്ട്.
നോക്ക്, ബട്ടർഫ്ലൈ എല്ലാം അതുപോലത്തെ തന്നെയാണ്. കൊറിയ, ജപ്പാൻ മാർക്കറ്റ്സിലേക്കുള്ളതാണ്. ഞങ്ങളും അതാ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. കാരണം യൂറോപ്യൻ മാർക്കറ്റ്സിൻ്റെ ഡ്രസ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടലി വേറെ പാറ്റേൺസ് ആണ്. ഈ കൊറിയൻ, ജപ്പാൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് നമ്മുടെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ടൈപ്പ് പാറ്റേൺസാണ്. സോ അതിൻ്റെ തന്നെ പല വെറൈറ്റീസാണ് നമ്മൾ സോഴ്സ് ചെയ്യാൻ നോക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരു മിനിമം ഓർഡർ നമുക്ക് ഉണ്ടെങ്കിൽ നമുക്കിതൊക്കെ നമുക്ക് നാട്ടിലെത്തിക്കാൻ പറ്റും. പക്ഷേ അത്രയും സ്കെയിൽ നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്നാണ് ഒരു ഡൗട്ട്. പിന്നെ ഞങ്ങൾക്ക് അതുപോലെ താല്പര്യമില്ല. നമുക്ക് ലിമിറ്റഡ് കളക്ഷൻസ് അല്ലേ, ഒരു ഡ്രസ്സിൻ്റെ 3 മാക്സിമം 5 ഉള്ളൂ. സോ അത് എങ്ങനെയെങ്കിലും ഒന്ന് വർക്കൗട്ട് ചെയ്യണം. അതിനിവിടെ പരിചയമുള്ള ആരെങ്കിലും ഞങ്ങൾക്ക് ഇനി തപ്പിപ്പിടിക്കണം. ഇത് നോക്ക്, വെള്ള ഡ്രസ്സുകൾ എന്ത് ഇവിടെ കംപ്ലീറ്റ് വൈറ്റ്സിൻ്റെ കളിയല്ലേ. വൈറ്റ്സിലെ എന്തോരം പാറ്റേൺസ്, ബ്യൂട്ടിഫുൾ ഡ്രസ്സസ്. ഇത് രസം എന്താ അറിയോ, പ്രിയയ്ക്ക് ഇവരുടെ അടുത്ത് സംസാരിക്കുമ്പോൾ ഇംഗ്ലീഷ് ഇവരുടെ പോലെയാവും. നമ്മുടെ ഇവിടെ ഫുൾ കമ്പനിയാണ് ടീംസ്. അതത്രല്ല മറ്റേ ഒരു നീട്ടും എല്ലാത്തിനും ആ മാച്ച് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കും. ഡാഡി മിസ്സിങ് കേട്ടാ. ഡെനിംസിനൊക്കെ കളക്ഷൻ നോക്ക്, അത് ഭയങ്കര ഇഷ്ടം എനിക്ക്. അത് കാണുമല്ലോ. നല്ല രസമുണ്ട് ടോപ്സ്, ഇങ്ങനെ മിക്സ് ആൻഡ് മാച്ച് ആയിട്ടുള്ള ഒരു നോക്കട്ടെ. അടിപൊളിയായിട്ടുണ്ട് എല്ലാം. അതുപോലെ ഡെനിമും അതുപോലെ തന്നെ നമ്മുടെ കോട്ടൺ ടീഷർട്ടിന്റെ മിക്സ് ആയിട്ടുള്ള പാറ്റേൺസ്. എന്തൊരു ക്വാളിറ്റി എല്ലാത്തിനും. ബ്ലാക്ക് കണ്ടില്ല. ഓക്കെ, നൈസ്. ഉണ്ടോ? പക്ഷെ അവർ ഒരെണ്ണമായിട്ട് തരുമോ? ഇടയിൽ വേദു മമ്മിയും ഹോട്ടലിലായിരുന്നേ. അവർക്ക് ബോർ അടിക്കുന്നത് വിചാരിച്ച് ഞാൻ തന്നെ ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ട്. വേദുവാണ് ഫുൾ നാവിഗേഷൻ, ഫോണൊന്നും മമ്മിയുടെ കൊടുക്കുന്നില്ല. പിന്നെ നമുക്ക് കറക്റ്റ് ട്രാക്കിംഗ് എല്ലാം ഉള്ളതുകൊണ്ട് കറക്റ്റായിട്ട് ഇവിടെ എത്തിക്കാമെന്ന് ഞാൻ ഡ്രൈവറിന് മെസ്സേജ് ചെയ്താൽ എത്തിക്കുന്നു തോന്നുന്നു. നോക്കട്ടെ അവർ വരുമ്പോൾ. മമ്മിക്ക് ഒരു കൂട്ടം കഥ അറിയാൻ കാണും. വേദു അതായിരുന്നു ഇതായിരുന്നു, ഫോൺ തരുന്നില്ല. തിരക്ക് നോക്ക്, ലുക്ക് ക്രൗഡ്. തിരക്കിൻ്റെ ഇടയിലാണ് നോക്ക്. അവരിറങ്ങി വരുന്നുണ്ട് മമ്മിയും വേദു. സേഫായി എത്തി, എന്തായാലും ഒരു കുഴപ്പമില്ലാതെ വരുന്നുണ്ട്. വേദു ദ ഹീറോ വരുന്നു. വലിയ മെക്ഡോണൽസ് ഹീറോ. മെക്ഡോണൽസ് കിട്ടും എന്ന് പറഞ്ഞാൽ വരുന്നത് കേട്ടാ. ഹലോ, വാ, എന്തായി, അടിപൊളി വന്നാ. ഇത് കണ്ട, ഞാൻ വേറൊരു മോളിലേക്ക് കയറിയ. ഇവിടെ ഒരു മോള് മൊത്തം ഓൺലി ബോട്ടംസ്, പാൻസ് മോൾ എന്നങ്ങാണ്ട പേര്. ഓൺലി ബോട്ടംസ്. സോ ഡെനിം ജീൻസ് തൊട്ട് ഇതുപോലത്തെ സ്കേർട്സ്, ഷോർട്സ്, പല രീതിയിലുള്ള സ്കേർട്സ്, പിന്നെ മൈക്രോ മിനി സ്കേർട്സ്, എല്ലാ ടൈപ്പ് സംഭവങ്ങളും. ഇതേ നോക്ക്, ഡെനിം സ്കേർട്സ് അല്ലാതെ ഇതുപോലെ ലിനൻ പാൻസ്, എവ്രിതിങ്. ഒരു മോൾ ജസ്റ്റ് ഫോർ പാൻസ്. നമ്മളിങ്ങനെ തപ്പി നടക്കുമ്പോൾ ഞാൻ വേറൊരു മോളിൽ കയറിയ. ഈ മോള് എനിക്ക് തോന്നുന്നു മറ്റേ മെയിൻ മോൾസിൽ ഡിസ്പ്ലേ സെൻറ്റർ ഇല്ലേ, അതിൻ്റെ അടുത്ത് തന്നെയാണിത്. പക്ഷേ ഇത് അവരുടെ സ്റ്റോറേജ് സെൻറ്റേഴ്സ് ആണെന്ന് തോന്നുന്നു. ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടല്ലോ. ശരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കംപ്ലീറ്റ് കെയോസ് ആണ്. റോഡ്സ് ആണെങ്കിലും ഷോപ്സ് ആണെങ്കിലും. പക്ഷെ ആ കെയോസും ഒരു ഓർഗനൈസ് കെയോസ് ആണ്. ഐ ഡോണ്ട് നോ ഹൗ ദി ആർ മാനേജിങ്. ഇറ്റ്സ് ജസ്റ്റ് ക്രേസി. ഇവരുടെ ഒരു എഫിഷ്യൻസിയും. പിന്നെ ഒരിക്കലും എനിക്കൊന്നും യൂറോപ്യൻസ് ഒന്നും ഇങ്ങനെ ഈ രാജ്യങ്ങളെപ്പോലെ ആവാൻ പറ്റാത്തത്. ഈ ചൈനയും അതുപോലെ തന്നെ വിയറ്റ്നാം ആരാണെങ്കിലും ഭയങ്കരമായിട്ട് പണിയെടുക്കും. ജപ്പാൻ ആണെങ്കിൽ പോലും. പക്ഷേ ചൈനയുടെ ഒരു ഡ്രൈവ് ഉണ്ടല്ലോ, അത് വേറെ ലെവലാണ്. അത് ഇവിടെ വന്നാൽ അറിയാം. ഗങ്ജാവിലെ ഈ ഒരു കമേഴ്ഷ്യൽ ഏരിയയിൽ ഈ സ്റ്റാഫുകളുടെ എനർജി ഉണ്ടല്ലോ. നമ്മളൊന്നും വാങ്ങുമില്ലെന്നല്ല, ഔട്ടി വന്ന് സാധനം ഇത് ട്രൈ ചെയ്യ്, റേറ്റ് മറ്റേ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തരും. ഭയങ്കര ഒരു എനർജിയാണ് സ്റ്റാഫുകൾക്ക്, അല്ലേ? ഇത് അതെ, ഇത് ഭയങ്കര സെയിലായിരിക്കും. നല്ല ഡ്രസ്സാ കേട്ടാ, സിമ്പിൾ ആൻഡ് കാഷ്വൽ. അത്രയൊന്നും ഇല്ല എനിക്ക്, പക്ഷെ കാഷ്വൽ ഡെയിലി വെയറിനായിട്ട് തോന്നി. പ്രിയ സാധാരണ ഇട്ടുകൊണ്ട് വരാം. ഇതൊരെണ്ണം വാങ്ങി ഇനി 1 വർഷത്തേക്ക് മമ്മിക്ക് പ്രിയനെ ഇതിൽ കാണാം കേട്ടാ. അതാ മമ്മിയോ കൂടുന്ന അങ്ങോട്ട്. അതെ, ഇന്നത്തെ ഒരു ലാസ്റ്റ് സ്കൗട്ടിംഗ് ആണ്. സമയം 6 മണിയായി. 5 മണി വരെ ഉള്ളൂ. ചില ഷോപ്സ് 6 മണി വരെ നിൽക്കും. നമ്മൾ മാക്സിമം ടൈം യൂസ് ചെയ്യണമല്ലോ. സോ ലാസ്റ്റ് തപ്പിപ്പിടിച്ചുള്ള പുതിയ കുറച്ച് പാറ്റേൺസും കൂടെ കണ്ടിട്ടുണ്ട്. ഇതും ഒരു കണ്ടംപററി ഡിസൈൻസ് അല്ലേ. ഇവിടെ കുറച്ച് കളർഫുൾ ആയിട്ട് കണ്ടോ. അങ്ങനെയാണ് നമ്മൾ കയറിയത് കേട്ടോ ഈ ഷോപ്പിൽ.
അവസാനം കളേഴ്സ് കാണാൻ തുടങ്ങി അല്ലേ? ഫൈനലി ഇതൊക്കെ നല്ല രസം. ഇത് കോഡ് സെറ്റ് ആണ്, നോക്ക് പറയാ, ബ്ലൂ ബാക്കിൽ. നൈസ്. ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു അവർ ഡേ 3 ഓഫ് എക്സ്പ്ലോറിംഗ് ഗോങ്ജോ ഫോർ അവർ ക്ലോതിങ് ലൈൻ. ഇത് നമ്മുടെ ഇപ്പോൾ എറണാകുളത്തെ ഒരു എക്സാമ്പിളേ പറയാം. നമ്മുടെ ഒരു ഏരിയസില്ലേ, പാലാരിവട്ടം, എടപ്പള്ളി, പനമ്പള്ളി നഗർ, ആ സൈസിലാണ് ഓരോ മാർക്കറ്റ്സും വന്നിരിക്കുന്നത്. ഇന്ന് ഞങ്ങൾ വേറൊരു മാർക്കറ്റിലാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ പില്ലർ കാണുമ്പോൾ തന്നെ നിങ്ങൾ ഇതിൻ്റെ സൈസ് മനസ്സിലാക്കിക്കോ. ഈ പില്ലറിന് തന്നെ സൈസ് നോക്ക്. ആൻഡ് ഇത് തന്നെ 7 ഫ്ലോറോ 8 ഫ്ലോറോ ഉണ്ട്. പക്ഷേ ഇതിനകത്ത് ഇനി എന്തായിരിക്കുമോ. ഇതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ മിക്സ് ആൻഡ് മാച്ച് ആണ്. തൊപ്പി, ജ്വല്ലറി, അതുപോലെ തന്നെ അണ്ടർ ഗാർമെൻറ്റ്സ്, ഷൂസ്, ദേ ചെരുപ്പുകൾ. ഒരു ചെരുപ്പിൻ്റെ ബ്രാൻഡ് കൂടെ തുടങ്ങി പറയാ. അതാണ് ചൈനയിലുള്ള നമ്മൾ ആൾക്കാരായിട്ട് സംസാരിച്ചാൽ ഒരു 5 ബിസിനസ് അവർ നാട്ടിൽ തുടങ്ങി കാണും. തിരിഞ്ഞു നോക്ക്, പ്രിയയുടെ പോലത്തെ വേറെ ഡ്രസ്സ്, ഒരേ കളറ്. ഡാഡി എന്തായി തുടങ്ങും ഡാഡി എന്തെങ്കിലും? ആ, ഈ 80 വയസ്സിലും 79 വയസ്സിലൊക്കെ തുടങ്ങുന്നവരാണ് ഏറ്റവും കൂടുതൽ ഹിറ്റ് ആവുന്നത്. ആ, അത് 69 60 എന്താണെങ്കിലും ഇവിടുന്ന് എന്തെങ്കിലും വാങ്ങിച്ചോണ്ട് പോയേ നോക്കാം. മോഹൻ ഷർട്ട് തുടങ്ങാൻ നോക്കാം എന്തെങ്കിലും കളക്ഷൻ. ഏതാ? ഡാഡീസ് കളക്ഷൻ. ഓ, ഇത് ഹോൾസെയിൽ മാർക്കറ്റാന്ന് പറഞ്ഞിട്ട് വിശ്വാസമൊന്നുമില്ല. എല്ലാം കണ്ടു കഴിഞ്ഞാൽ ഒരു ബൊട്ടീക്സ് പോലെ ഇല്ലേ, പക്ഷേ ഇതെല്ലാം ഹോൾസെയിലാണ്, ഡിസ്പ്ലേ സെൻറ്റേഴ്സ് ആണ്. ഈ കിടക്കുന്നൊന്നും വിൽക്കില്ല, നമ്മൾ ഓർഡർ ചെയ്യേണ്ടി വരും. ഇതിന് ഇത്രയും പീസ് വെച്ച് ഇത്രയും പീസ് വെച്ച്. ഇത് ആക്ച്വലി ഇറ്റ്സ് ലൈക്ക് കുറച്ചും കൂടെ ഹൈ എൻഡ് പ്ലേസ് ആണ്. കുറച്ചല്ല, അത്യാവശ്യം നല്ല ഹൈ എൻഡ് ആണ്. ലുക്ക് അറ്റ് ഡിസൈൻസ് ആൻഡ് പാറ്റേൺസ് കണ്ടാൽ അറിയാമല്ലോ, മെറ്റീരിയൽസും. എന്തോരം കളക്ഷൻസാണ്. ഇത് പുതിയ സമ്മർ കളക്ഷൻസാണ് 2025. പക്ഷെ അവർ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് നോക്കുക. ഒരു ഹോൾസെയിൽ മാർക്കറ്റൊക്കെ നമ്മുടെ മനസ്സിലെന്താ, കുറേ സാധനം വെറുതെ വലിച്ചു വാരി കൂട്ടിയിട്ട് എടുത്തുകൊണ്ട് പോകുന്നത്. ഇതിൻ്റെ സ്റ്റൈലിംഗ് തന്നെ നോക്ക്, ശരിക്കും ഒരു ഹൈ എൻഡ് ബുട്ടീക്ക് പോലെയാണ് അവർ ഇട്ടിരിക്കുന്നത്. ഇവൻ്റെ എൻ്റെ പേരാണെങ്കിലും മൂമു സീസൺ എന്നൊക്കെ പറഞ്ഞ് കോജസ്. എന്തൊരു ഇൻസ്പയറിങ് ഐഡിയാസാണെന്നറിയാം ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ. നല്ല ഡ്രസ്സസ് മാത്രമല്ല, എങ്ങനെ ഒരു ബിസിനസ് പ്രസൻറ്റ് ചെയ്യുന്നു എന്നുള്ള എല്ലാ ഐഡിയാസും ഇവിടുന്ന് കിട്ടും. ഞങ്ങൾ ഒരു മാർക്കറ്റിൽ നിന്ന് ഒരു മാർക്കറ്റ് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുവാണ്. കാരണം ഞാൻ ഇത്തവണ ജസ്റ്റ് വി ആർ സ്കൗട്ടിങ് ആൻഡ് ട്രൈങ് ടു സോഴ്സ് സം ഓഫ് ദ ബെസ്റ്റ് തിങ്സ് വാട്ട് വി ക്യാൻ. നമുക്ക് ഏറ്റവും നല്ല സാധനങ്ങൾ, അല്ല ഏറ്റവും കോമ്പറ്റേറ്റീവ് റേറ്റ്സിൽ കമ്പയർ ചെയ്ത് ചിലപ്പോൾ വാങ്ങാൻ പറ്റില്ല. പക്ഷെ നമുക്ക് കണ്ടിട്ട് ഭയങ്കര ഇഷ്ടമാവുന്ന സാധനങ്ങൾ നമ്മൾ എങ്ങനെയെങ്കിലും സോഴ്സ് ചെയ്യാൻ വേണ്ടി നോക്കുവാണ്. അതിനാണ് ഇങ്ങനെ ഓടി നടക്കുന്നത്. ഇനി ഞങ്ങൾ എന്തായാലും ചൈനയിൽ തന്നെ വരും. പക്ഷെ അന്ന് ഏകദേശം ഒരു 15-20 ഡേയ്സ് ഈ ഗോങ്ജോ ആൻഡ് ഈവോലും മാത്രമായിട്ട് ഞങ്ങൾ പോകും. എന്നാലും എന്തെങ്കിലും നടക്കുള്ളൂ. പക്ഷെ അതൊന്നുമല്ല ഇവിടുത്തെ ഇപ്പോഴത്തെ ഒരു ചർച്ചാ വിഷയം. പ്രിയയ്ക്ക് അറിയേണ്ടത് എന്താണ് ഇങ്ങനത്തെ വണ്ടികളൊന്നും നാട്ടിലിറങ്ങാത്തതെന്ന്. ഇതിൻ്റെ സ്പേസ് നിങ്ങൾ നോക്കിക്കേ, നോക്ക്, ലെഗ് സ്പേസ് നോക്ക്. പ്രിയയുടെ കാല് ഫുൾ നീട്ടി വെച്ച്. ഡ്രൈവർ അത്യാവശ്യം പൊക്കമുള്ള ഒരാളാണ്, എന്നിട്ട് ഫുൾ കാല് നീട്ടി വെച്ച് സുഖമായിട്ടിരിക്കുന്നു അല്ലേ. എന്ത് ഡിസ്റ്റൻസ് ഞാനും പ്രിയം തമ്മില്. ആ, ഈവിയും കൂടെ അല്ലേ. ആ, ഇറങ്ങിയാ പിന്നെ ബാക്കിയുള്ള വണ്ടികൾ ആരെങ്കിലും വാങ്ങുവോ? നോക്ക്, ഡാഡിക്ക് കാല് നീട്ടി വെക്കാൻ പറ്റുന്നില്ലേ? ആ, അതാ ഫുൾ സ്ട്രെച്ച്. ഒന്ന് ആലോചിച്ച് നോക്ക്. ആ സ്പേസ് അടിപൊളി. ചൈനയിലെ ടാക്സികള് ഒരു രക്ഷയില്ല അല്ലേ. അതിൻ്റെ ഭയങ്കര ചീപ്പും. വേൾഡിലെ ചീപ്പസ്റ്റ് ഇവിടെയാ. ആ, ടാക്സീസ് അല്ല ടാക്സീസ്. ഈ മാർക്കറ്റ് ആക്ച്വലി സ്പെസിഫിക്കലി ഫോർ മിഡിൽ ഈസ്റ്റ്, ദാറ്റ്സ് ലൈക്ക് ടർക്കി, അറേബ്യ, ദുബായ് ആൻഡ് ആഫ്രിക്ക. അങ്ങനത്തെ കളക്ഷൻസ് ആയിരിക്കും ഈ ഒരു ഏരിയയിൽ മൊത്തം. സോ നമ്മളിലേക്ക് ടർക്കിയിൽ നിന്ന് വാങ്ങുന്ന സാധനം മിക്കതും മെയ്ഡ് ഇൻ ടർക്കി ആയിരിക്കും. നല്ല കേട്ടോ, കുറേയൊക്കെ മെയ്ഡ് ഇൻ ചൈന തന്നെയാണ്. ഇത് കണ്ട ആഫ്രിക്കൻ മാർക്കറ്റിൽ വന്നു കഴിഞ്ഞപ്പോൾ മിഡിൽ ഈസ്റ്റേൺ ആഫ്രിക്കൻസ് ഫസ്റ്റ് ഓഫ് ഓൾ സൈസ് കുറച്ച് വലുതായിരിക്കും. പിന്നെ ന്യൂട്രൽ കളേഴ്സേ ഇല്ല. എവ്രിതിങ് അതെ നമ്മുടെ ബാങ്കോക്ക് ഫാഷൻ പോലത്തെ ഒക്കെ ഉണ്ടല്ലോ, എവ്രിതിങ് ഇസ് കളർഫുൾ ഓവർ ഹിയർ. എവ്രിതിങ് നമുക്ക് ആ ന്യൂട്രൽ കളേഴ്സിൻ്റെ ഒരു സാധനവും ഇല്ല. പിന്നെ കുറച്ച് ഇതേ മിനുക്ക് ഈ ആഫ്രിക്കക്കാരൊക്കെ ഇടുമല്ലോ, എസ്പെഷ്യലി എനിക്കൊന്ന് നൈജീരിയ, ഉഗാണ്ട ആ സൈഡിലൊക്കെ ഇതുപോലത്തെ ഫ്ലാഷി ആയിട്ടുള്ള സാധനങ്ങളും ഇടും. ഇതാണ് ഓരോ സ്ഥലത്തിന് നമ്മൾ കറക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്തില്ലെങ്കിലുണ്ടല്ലോ. അതേ ഒരു ക്ലോത്ത് മാർക്കറ്റ് എന്ന് പറഞ്ഞ് വന്നാൽ നമുക്ക് ചൈനയിൽ പോയി ഗൂഗിൾ ചെയ്ത് ഒരു ക്ലോത്ത് മാർക്കറ്റ് പോകുന്ന പറഞ്ഞു കഴിഞ്ഞാൽ യുൽ ബി നമ്മൾ ടോട്ടലി വേസ്റ്റ് ഓഫ് ട്രിപ്പ് ആയിരിക്കും. കറക്റ്റായിട്ട് നമുക്ക് എന്താ വേണ്ടത് അതിനുള്ള മാർക്കറ്റ് ഐഡൻറ്റിഫൈ ചെയ്ത് പോയില്ലെങ്കിൽ വന്നിട്ട് ഒരു കാര്യമില്ല. സോ ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ
കാരണം ഗൂഗിളിലും നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ, അപ്ഡേറ്റഡ് ഇൻഫർമേഷൻ ഒന്നുമില്ല. എപ്പോഴും ഇവിടുത്തെ ഒരാളെ നമ്മുടെ കൂടെ എപ്പോഴും ഒരു സോഴ്സിങ് ഏജൻറ്റ് ആണെന്ന് പറയുന്നതെന്ന് തോന്നുന്നത്, കൂടെ വന്ന് നമുക്ക് വേണ്ടി സംസാരിച്ച് കറക്റ്റ് മാർക്കറ്റിൽ കൊണ്ടുപോയി എല്ലാം ചെയ്യും. എക്സ്പെൻസീവ് ആയിരുന്നു തോന്നുന്നു അവരുടെ ഫീസൊക്കെ, പക്ഷേ അങ്ങനത്തെ ആൾക്കാരുണ്ടെങ്കിലാണ് നമ്മുടെ ട്രിപ്പ് നമുക്ക് ശരിക്കും ബിസിനസ് പർപ്പസിന് വരികയാണെങ്കിൽ വർത്ത് ആവുള്ളൂ. ഇങ്ങനത്തെയൊക്കെ സാധനങ്ങൾ ഇപ്പോൾ നമുക്ക് കയ്യിൽ നമ്മൾ സാമ്പിളായിട്ടാണല്ലോ നമുക്ക് കൊണ്ടുപോകാമല്ലോ. ഇതൊക്കെ നല്ല കളർഫുൾ സാധനമാണ്. സോ നമുക്ക് കൊണ്ടുപോയി ട്രൈ ചെയ്ത് ടെസ്റ്റിംഗ് ഒക്കെ ചെയ്ത് ഇട്ട് നോക്കി എല്ലാം സെറ്റ് ചെയ്യാൻ പറ്റും. പ്രിയ അതിന് കുറച്ച് ഇഷ്ടപ്പെട്ട കളേഴ്സ് കണ്ടായിരുന്നു. ഞാൻ നോക്കി അഭിപ്രായം പറയാൻ പോരെ? അത് നല്ല കളറാ. ആ കണ്ട, അവർക്ക് മലയാളം മനസ്സിലാവുന്നുണ്ടല്ലോ എല്ലാം. ആ സെയിം ഓറഞ്ച് കൊള്ളാം. എന്തായാലും എടുക്കൂ, സാമ്പിളായിട്ട് നമുക്ക് ട്രൈ ചെയ്യാമല്ലോ. നല്ല പ്രിന്റും നല്ല ഫ്രീ ഫ്ലോയിങ് ക്ലോത്ത്സും നല്ല കളേഴ്സാണ്, നല്ല മെറ്റീരിയലും ആണ്. ആ ടർക്കിയിലേക്ക് പോകണമെങ്കിൽ ഒരു മിനിമം ക്വാളിറ്റി ഉണ്ട്. അതാ ഇവർ ടർക്കിയിലേക്ക് ചെയ്യുന്നവരാണ് ഗൈസ്. അപ്പോൾ 3 ദിവസം ഇവിടെ അടിച്ചു പറക്കി കുറേയൊക്കെ മനസ്സിലായി. പക്ഷേ ഒരു കാര്യം മനസ്സിലായത് 3 ദിവസത്തിൽ ഈ സ്ഥലത്ത് നിന്നൊന്നും ഒന്നും മനസ്സിലാവില്ല, എല്ലാം അടയ്ക്കും കേട്ടോ നേരത്തെ. സോ എന്തായാലും വി വോണ്ട് ടു ബ്രിങ് അവർ ബിസിനസ് ഫ്രം ചൈന ബിക്കോസ് ആസ് യു ഓൾ നോ ഏറ്റവും ഇപ്പം US ഞാൻ പറഞ്ഞില്ല, US അവരായിട്ടുള്ള വോറിലൊക്കെ എല്ലാം മാനുഫാക്ചറിങ് ഇവിടെ നിന്നാണ് മനസ്സിലായി. ഇപ്പം ഞങ്ങൾക്ക് ആക്ച്വലി ലുലു ലെമൺ, സാറ, H&M ഇവരുടെയൊക്കെ OEM സപ്ലയേഴ്സും അവരുടെ കയ്യിൽ നിന്ന് വാങ്ങി റീസെയിൽ ഇവിടെ ചെയ്യുന്നവരുടെയൊക്കെ കോൺടാക്ട്സ് കുറച്ചൊക്കെ കിട്ടിയിട്ടുണ്ട്. സോ ഹോപ്പ്ഫുള്ളി വിൽ ബി ഏബിൾ ടു ബ്രിങ് അമേസിങ് ക്വാളിറ്റി പ്രോഡക്ട്സ്, കുറേ ക്ലാസി ആയിട്ടുള്ള ഇത്തവണ തന്നെ ഞങ്ങൾക്ക് കൊണ്ടുവരുന്നുണ്ട്. കാരണം കൂടുതൽ ഞാൻ പറഞ്ഞില്ല, ഈ ജാപ്പനീസ് ആൻഡ് കൊറിയൻ മാർക്കറ്റ്സിൻ്റെ കളക്ഷനാണ് ഞങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഞങ്ങൾ മറ്റേ ദുബായും മിഡിൽ ഈസ്റ്റും അങ്ങോട്ട് സ്ഥലത്തേക്കുള്ള ആഫ്രിക്കയിലൊക്കെ ഉള്ളതൊന്നും വി വർ നോട്ട് നമുക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടില്ല. സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ സ്റ്റോറിലേക്കും, പിന്നെ കാലിക്കറ്റ് ഞങ്ങളുടെ എക്സിബിഷൻ നടത്തുന്നുണ്ട്. മോസ്റ്റ് പ്രോബബ്ലി ഇൻ ജൂലൈയിലായിരിക്കാനാണ് സാധ്യത, അല്ലെങ്കിൽ ഓഗസ്റ്റ് ഫസ്റ്റ് വീക്ക്. സോ അതിനുവേണ്ടി നമ്മൾ ഇവിടുന്ന് കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇനി ജ്വല്ലറീസും കൂടെ ഒന്ന് നോക്കണം. ഞങ്ങൾ പറഞ്ഞാൽ ഞങ്ങളുടെ ഓൺ ജ്വല്ലറി ബ്രാൻഡും നമുക്ക് കുറച്ചും കൂടെ വലുതാക്കി എസ്റ്റാബ്ലിഷ് ചെയ്യണമെന്നുണ്ട്. സോ ഹോപ്പ്ഫുള്ളി എവറിത്തിങ് വിൽ ഹാപ്പൻ ആൻഡ് ഇറ്റ്സ് ഗോയിങ് ടു ബി അമേസിങ് ബാക്ക് ഇൻ കൊച്ചി. ഇതൊക്കെ കൊച്ചിയിലെ ഞങ്ങളുടെ സ്റ്റോറിലേക്കും ഒരു ഹാപ്പി സ്റ്റോറിലേക്കും കാലിക്കറ്റ് എക്സിബിഷനും പിന്നെ കൊച്ചിയിലെ ഫ്യൂച്ചറിൽ എക്സിബിഷനൊക്കെ വരുമ്പോൾ. സോ എന്തായാലും ഇനി നമ്മൾ ജ്വല്ലറി ഹണ്ടിങ്ങിൻ്റെ വ്ളോഗായിരിക്കും അടുത്തത് വരുന്നത്. ആൻഡ് 3 days ഹാസ് ബീൻ അമേസിങ്, ഒരു ഐ ഓപ്പണർ ആയിരുന്നു, അത്രേ പറയാനുള്ളൂ. സോ അടുത്തൊരു വ്ളോഗിൽ കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, ബൈ.